ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ് അല്ലേ എന്ന് നമ്മൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം എന്താണ് ഉത്തരങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പം റെഡിയാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ ഒരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നു. പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ സ്റ്റേറ്റസ് അല്ലേ എന്നാണ് നമ്മൾ പഠിച്ചത്. പൊസിഷൻ കൊണ്ടോ സ്റ്റേറ്റസ് അവസ്ഥ കൊണ്ടോ അവൈലബിൾ ആകുന്ന ഒരു എനർജി. അപ്പം പൊട്ടൻഷ്യൽ എനർജി ഉള്ള സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയാണ്. എനർജി. അപ്പോൾ നാളെ ഒരു ടോർച്ച് സെല്ല് ബാറ്ററി എടുത്തിട്ട് ഒരാൾ ചോദിക്കുകയാണ്, വാട്ട് കൈൻഡ് ഓഫ് എനർജി ഈസ് ദെയർ? അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയരുത്. പകരം നമ്മൾ പറയേണ്ടത് അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജിയുടെ പേരെന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് കെമിക്കൽ ഫോമിലോ ഏതെങ്കിലും രൂപത്തിലോ ഒക്കെ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിക്ക് നമ്മൾ പൊതുവേ കോമൺ ആയിട്ട് പറയേണ്ട പേരാണ് പൊട്ടൻഷ്യൽ എനർജി. അതിൽ പല രീതിയിൽ സ്റ്റോർ ചെയ്യപ്പെടാം, അതവിടെ നിൽക്കട്ടെ. അപ്പം സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് യൂഷ്വലി, അല്ലെങ്കിൽ ഒരു ബോഡി എന്ന് പറയുന്നത് യൂഷ്വലി അതൊരു അൺസ്റ്റേബിൾ ബോഡി ആയിരിക്കും. കാരണം ഏതൊരു ബോഡിക്കും സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഏതൊരു സ്റ്റേറ്റസും അത് സ്റ്റേബിൾ സ്റ്റേറ്റസ് ആയിട്ട് മാറണമെങ്കിൽ അയാളുടെ കയ്യിലുള്ള പൊട്ടൻഷ്യൽ എനർജി മിനിമം ആക്കുക എന്നുള്ളതാണ് ഒരു പോംവഴി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീടുകളിലൊക്കെയുള്ള സീലിംഗ് ഫാനുകൾ നമ്മൾ ആ സീലിങ്ങിൽ നമ്മൾ ഉറപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ ആ ഒരു ഫാൻ അവിടെ സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാൽ കാഴ്ചയിൽ സ്റ്റേബിൾ തന്നെയാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, എപ്പോൾ വേണമെങ്കിലും അത് താഴേക്ക് വീണേക്കാം. അപ്പോൾ അത് വീണോ ഇല്ലയോ എന്നുള്ളതല്ല, വീഴാനുള്ളൊരു പോസിബിലിറ്റി നമ്മൾ കണ്ടുവയ്ക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അതെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ അത് സ്റ്റേബിൾ ആണെങ്കിലും അതിന് ഒരു പൊട്ടൻഷ്യൽ എനർജി അവിടെയുണ്ട്. കാരണം ഗ്രൗണ്ടിൽ നിന്നും സം ഹൈറ്റിലാണ് ഈ ഫാൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡാമുകൾ എന്ന് പറയുന്ന അല്ലേ, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സെറ്റപ്പുകളാണ്. ഈ ഡാമുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ സറൗണ്ടിങ്സിലൊന്നും ആളുകളെ അധികം നമ്മൾ താമസിക്കാൻ അനുവദിക്കാറില്ല. അതെന്താ? അപ്പോൾ അതിന് പറയുന്നൊരു കാരണം എന്താ? ഡാം എപ്പോൾ വേണമെങ്കിലും പൊട്ടിയേക്കാം അല്ലേ. അപ്പം കാഷ്വാലിറ്റീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അതിനടുത്തൊന്നും ആളുകളെ നമ്മൾ എന്ത് ചെയ്യില്ല, താമസിക്കാൻ അനുവദിക്കാറില്ല. ഡാം പൊട്ടിയോ? ഇല്ല, പൊട്ടിയേക്കാം എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ആ വാട്ടർ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ആ സ്റ്റോർ ചെയ്യുന്ന വാട്ടറിനകത്ത് എന്ത് എനർജി ഉണ്ട്? സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പേരെന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഈ എനർജി ഉള്ള ഒരു സിസ്റ്റം ഒരു കാരണവശാലും ഒരു സ്റ്റേബിൾ സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു ന്യൂക്ലിയർ വെപ്പൺ അല്ലെങ്കിൽ ഒരു ബോംബ് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചു, ഓക്കെ, അത് പൊട്ടിത്തെറിക്കുമ്പോഴാണല്ലോ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുക. പക്ഷേ ബോംബ് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പം തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യും? ഒരു ഭയം വരുന്നുണ്ട്. പൊട്ടിയോ? ഇല്ല, പക്ഷേ പൊട്ടിയേക്കാം അല്ലേ. അതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിസ്റ്റം സ്റ്റേബിൾ ആകുക എന്ന് പറയുന്നത് അതിൻ്റെ എനർജി മിനിമം ആക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സ്റ്റേബിൾ സർക്കംസ്റ്റാൻസും ഒരു അൺസ്റ്റേബിൾ സർക്കംസ്റ്റാൻസും ഒരു ന്യൂട്രൽ സർക്കംസ്റ്റാൻസും ഒക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ടേമാണ് ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആകുമ്പം അതിനെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ആ ബോഡിക്ക് ഒരു മോഷനോ അല്ലെങ്കിൽ ഒരു ബോഡി റസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ സം കൈൻഡ് ഓഫ് ബാലൻസിങ് ഓഫ് ഫോഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് 0 ആകുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ട് ഒരു ബോഡി ഏത് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയമാണ് അറ്റൈൻ ചെയ്യാൻ പോണത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ, ഇപ്പോൾ ഡാമുകളാണെങ്കിൽ ആ ഡാമിൻ്റെ കേസിൽ അത് ബ്രേക്ക് ചെയ്തോ? ഇല്ല. വാട്ടറിൻ്റെ ഫോഴ്സിനെ ഡാം എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് നെറ്റ് ഫോഴ്സ് 0 ആക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മളവിടെ ഒരു അൺസ്റ്റേബിൾ സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം അതിൻ്റെ കയ്യിൽ എന്തുണ്ട്? എനർജി ഉണ്ട്. ഫാന് നമ്മുടെ സീലിങ്ങിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് താഴെ വീഴുന്നൊന്നുമില്ല. നെറ്റ് ഫോഴ്സ് അവിടെയും 0 ആണ്. പക്ഷേ അവിടെയും നമ്മളൊരു അൺസ്റ്റേബിൾ സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമ്മൾ
ഡിഫൈൻ ചെയ്യേണ്ടത് ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്ന് വിളിക്കുക. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കുന്ന കണ്ടീഷനെ സ്റ്റേബിൾ ഈക്വിലിബ്രിയം, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കുന്ന സിറ്റുവേഷനെ അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം, അല്ലേ? പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനെ നമ്മൾ ന്യൂട്രൽ ഈക്വിലിബ്രിയം. അങ്ങനെ 3 ടൈപ്പ് ഈക്വിലിബ്രിയമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റേബിൾ ഈക്വിലിബ്രിയം എപ്പോഴും നമ്മൾ ഒന്ന് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. സ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്ന് പറയുമ്പം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഓക്കെ, അൺസ്റ്റേബിൾ ആകുമ്പോൾ അത് മാക്സിമം ആയിരിക്കണം. ന്യൂട്രൽ ആയിരിക്കുമ്പോൾ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഒരു കോൺസ്റ്റൻ്റ് ആയി കിടക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ -du/dx, കാരണം du/dx എന്ന് പറയുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ്. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്? -du/dx ആണ്, അല്ലേ? ഇത് 0 ആകണമെങ്കിൽ നമ്മൾ പറഞ്ഞെന്താണ്? u സമം എന്തായിരിക്കണം? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്, അല്ലേ? അതായത് ഒരു ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് 0 ആവണമെങ്കിൽ ആ ക്വാണ്ടിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ u ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, അല്ലേ, അത് യൂഷ്വലി എന്ത് ഈക്വിലിബ്രിയമാണ്? ന്യൂട്രൽ ഈക്വിലിബ്രിയമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഫാനും നിങ്ങളുടെ ഡാമും ഒക്കെ എന്ത് ഈക്വിലിബ്രിയമാണ്? ന്യൂട്രൽ ഈക്വിലിബ്രിയമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക. കാരണം അവിടുത്തെ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ F = 0 ആയിരിക്കും, അല്ലേ? ഇനി അയാൾ സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ എന്താണ്? സ്റ്റേബിൾ ആവത്തില്ല. കാരണം അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അത് മിനിമം ആകുമ്പോഴാണ് നമുക്ക് എന്താവുക? <0 ആകുമ്പോഴാണ് നമുക്ക് അതെന്താക്കാൻ പറ്റുക? സ്റ്റേബിളായിട്ട് കണക്കാക്കാൻ പറ്റുക. അപ്പോൾ അതെന്താണ്? തിരിച്ചാകുമ്പം അൺസ്റ്റേബിളാണ്, =0 ആകുമ്പോൾ എന്താണ്? ന്യൂട്രലാണ്. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ന്യൂമറിക്കലി ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ നിങ്ങൾ അതിനെ ഇങ്ങനെ എഴുതണം: F = -du/dx <0 എന്ന് പറയുമ്പം അതെന്ത് ഈക്വിലിബ്രിയമാണ്? സ്റ്റേബിളാണ്. >0 ആണ് വരുന്നതെങ്കിൽ അതെന്താണ്? അൺസ്റ്റേബിളാണ്. =0 ആണെങ്കിൽ അതെന്താണ്? ന്യൂട്രലാണ്, കേട്ടോ. ഇങ്ങനെ നിങ്ങൾ അത് തിയററ്റിക്കലായിട്ട് നിങ്ങൾക്ക് പറയാം. വേർഡ്സിൽ പറയാൻ ബുദ്ധിമുട്ടില്ല, ബോർഡ് പരീക്ഷയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളതിൻ്റെ ഒരു കൺസെപ്റ്റ് മാത്രം പറഞ്ഞാൽ മതി. ഇനി ആ കൺസെപ്റ്റ് പോരാ എങ്കിൽ നമുക്കിവിടെ ഒരു ഫിഗറും കൂടെ നമുക്ക് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഫിഗറൊന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏറെക്കുറെ ആ ഒരു കാര്യം മനസ്സിലാകും. അപ്പോൾ എന്താണ് ആ ഫിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ കാണിച്ചിരിക്കുന്നതാണ് ഫിഗർ. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ 3 ടൈപ്പ് ഇക്വിലിബ്രിയം. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ കാണുന്ന ബോഡിയിലെ പൊട്ടൻഷ്യൽ എനർജി മിനിമമാണ്, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. കാരണം എല്ലാ പോയിന്റിലും അതെന്താണ്? ഒരേ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൽ ഏത് ബോഡിയാണ് എളുപ്പത്തിൽ മറിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത? അത് നിങ്ങൾ ധൈര്യമായിട്ട് പറയല്ലോ, ഈ ബോഡിയിലാണ് അങ്ങനെ ഒരു പോസിബിലിറ്റി നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് എന്ത് ഈക്വിലിബ്രിയമാണ്? അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയമാണ്, കേട്ടോ. ഇതാണ് നമ്മൾ പറയുന്നത്, ഇത് അൺസ്റ്റേബിൾ, അല്ലേ? അപ്പോൾ ഇവിടെയും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പക്ഷേ സെയിം ആണ്. അതുകൊണ്ട് ഇതെന്താണ്? ന്യൂട്രൽ ഈക്വിലിബ്രിയമാണ്. ഓക്കെ, ന്യൂട്രലാണ്. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇതാ ഇവിടെ കണ്ടോ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി = മിനിമം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. അതുകൊണ്ട് ഇത് എന്ത് ഈക്വിലിബ്രിയമാണ്? സ്റ്റേബിൾ ഈക്വിലിബ്രിയമാണ്. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ 3 ടൈപ്പ് ഈക്വിലിബ്രിയത്തെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി കുറച്ച് എന്താണ് എക്സ്ട്രാ കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നതാണ്. വർക്ക് ഡൺ ഇൻ പുള്ളിങ് ദ ചെയിൻ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. അപ്പം നിങ്ങൾ ഒരു ടേബിൾ, ആ ടേബിളിൻ്റെ മണ്ടയിൽ നിങ്ങൾക്ക് കാണാം ഒരു ചെയിൻ. അതിൻ്റെ ആ ചെയിനിൻ്റെ ഒരു സം പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ എഡ്ജ് ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ചെയിനിനെ വലിച്ച് എനിക്ക് എന്ത് ചെയ്യണം? ആ ടേബിളിൻ്റെ മണ്ടയിലേക്ക് എത്തിക്കണം. എത്ര വർക്കാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാൽക്കുലസിൻ്റെ ഒരു രൂപം വേണമെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാം. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ തൂങ്ങിക്കിടക്കുന്ന എന്താണ് ചെയിൻ, അതായത് ഈ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ചെയിനിൻ്റെ ഒരു സെക്ഷൻ്റെ മാസ് ഓഫ് യൂണിറ്റ് എലമെൻറ്റ് നമുക്കിങ്ങനെ എഴുതാം: m/l.
ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് എഴുതാം. ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ലെങ്ത് ഇസ് ഈക്വൽ ടു മ്യൂ. അതായത് ഒരു പോർഷൻ, അതായത് ഈ കാണുന്ന നമ്മുടെ ചെയിനിൻ്റെ ഒരു പോർഷൻ, ഒരു യൂണിറ്റ് പോർഷൻ്റെ എന്താണ് മാസാണ് ഈ കാണിച്ചിരിക്കുന്നത് M/L. മൊത്തം മാസ്, അതായത് ഈ ചെയിനിൻ്റെ മൊത്തം മാസാണ് ക്യാപിറ്റൽ M. അതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് എന്ത്, ക്യാപിറ്റൽ L എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ മാസിനെ ടോട്ടൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരു കഷ്ണത്തിൻ്റെ മാസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കുക. ഇപ്പോൾ ഈ തൂങ്ങിക്കിടക്കുന്ന ചെയിനിൻ്റെ എന്താണ് സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ അവിടെ തൂങ്ങിക്കിടക്കുന്ന മൊത്തം എന്താണ് പോർഷൻ്റെ ഹാഫിലാണ് അത് കിടക്കുന്നത്, കണ്ടോ, L/2L. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റർ ഓഫ് മാസ് പോയിൻ്റ് എടുക്കുന്ന ലോജിക്ക് എന്താണ്, ഈ പോയിന്റിൽ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും, നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ചെയിനിന് അവിടെ നിന്നൊരു വെയിറ്റ് mg ആക്ട് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന Tm. അപ്പം ഈ കാണുന്നൊരു പോയിന്റിൽ എന്ത് സീറോ ആണ്, ആ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് നമുക്ക് എന്താണ് സീറോ ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റർ ഓഫ് മാസിനെ ഈ ടേബിളിൻ്റെ മണ്ടയിലേക്ക്, അപ്പം സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ആ ബോഡിയുടെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബോഡിയിലൊരു പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ ആ ഫോഴ്സ് ആ സെൻറ്റർ ഓഫ് മാസിനെ അങ്ങോട്ട് വലിച്ചുയർത്തുകയാണെങ്കിൽ ആ എമൗണ്ട് ഓഫ് വർക്കാണ് ഈ ചെയിനിനെ അതിൻ്റെ മണ്ടയിലോട്ട് വലിച്ചു കയറ്റുമ്പോൾ നടക്കപ്പെടുന്ന വർക്കായിട്ട് കണക്കാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്കിങ്ങനെ കൊടുക്കാം, ടോട്ടൽ മാസ് അല്ലേ, ടോട്ടൽ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നൊരു വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു mgh ആണല്ലോ, പൊട്ടൻഷ്യൽ എനർജിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാസിൻ്റെ സ്ഥാനത്ത് ടോട്ടൽ മാസ് ബൈ എന്താണ് മ്യൂ. ഓക്കെ, ആ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ G ആൻഡ് ദ ഹൈറ്റ് ഈസ് L/2N. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് യു വിൽ ഗെറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു mgL/2n² എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നാളെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണ്, 1/3 ഓഫ് ദി ചെയിൻ, 1/3 ഓഫ് ദി ചെയിൻ ഈസ് എന്താണ് സസ്പെൻഡഡ് ഫ്രം ദ എഡ്ജ് ഓഫ് ദി ടേബിൾ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇക്വേഷനിൽ n-ന് 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ ഫോർ എനി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് എത്ര ലെങ്ത് ആണോ ആ ലെങ്ത്ത് ഒരു ഫ്രാക്ഷനായിട്ടാണ് പറയുക. അങ്ങനെയെങ്കിൽ ആ ഫ്രാക്ഷൻ്റെ ഡിജിറ്റ് വാല്യൂ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കുക. യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ഫോർ ദാറ്റ് ഇഫ് ദേ ആർ ആസ്കിങ് വർക്ക് ഡൺ ഇൻ പുള്ളിങ് എ ചെയിൻ ഓൺ ടു. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഒരു ബോർഡ് പരീക്ഷയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഈ ഒരു കേസിൽ നമ്മൾ കാൽക്കുലസ് ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താണ് ക്വസ്റ്റ്യനാണ് ഇത്. ഈ ഫോർമുല ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത് കേട്ടോ. അതേപോലെ തന്നെ അതേ എന്താണ് ബേസിൽ നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വെലോസിറ്റി. കാരണം ഇപ്പം ആ ഒരു ടേബിളിൻ്റെ മണ്ടയിൽ നിന്നിട്ട് ആ ചെയിൻ എന്ത് ചെയ്യുന്നു, താഴേക്ക് സ്ലിപ്പ് ആവുകയാണെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് n there. ഓക്കെ, യു വിൽ ഗെറ്റ് ദ വെലോസിറ്റി കേട്ടോ. അപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്യണം നിർബന്ധമില്ല, പറഞ്ഞൊന്ന് മാത്രം. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇൻ ദിസ് ചാപ്റ്റർ ഫോർ യുവർ ബോർഡ് ലെവൽ എക്സാമിനേഷൻ, സ്പ്രിങ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. അപ്പോൾ സ്പ്രിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു വസ്തുവാണ്. അത് നിങ്ങൾ എന്തിനൊക്കെ യൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൻ്റെ യൂസൊന്നും എവിടെ നിന്നും മനസ്സിലായി കാണില്ല. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദി എക്സാമ്പിൾ, ഈ വാഹനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. ആ യാത്ര ചെയ്യുന്ന സമയങ്ങളിലെല്ലാം റോഡുകളിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ വാഹനം മൂവ് ചെയ്യുമ്പം ഫോഴ്സ് അല്ലേ, ഒരു റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങനെ എന്താണ് നമ്മുടെ വാഹനത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ റിയാക്ഷൻ ഫോഴ്സ് ഒന്നും നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ വാഹനങ്ങൾക്കും അല്ലെങ്കിൽ ഈ റിയാക്ഷൻ ഫോഴ്സ് വാഹനങ്ങളിലേക്ക് വരുമ്പം നമ്മൾക്കും അതിൻ്റെ ആ ഒരു പോയിൻറ്റിനും ഇടയിൽ ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് ആണ് ഈ റിയാക്ഷൻ ഫോഴ്സിനെ വലിച്ചെടുത്തിട്ട് എനർജി ആയിട്ട് മാറ്റിയിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പം ടൂ വീലറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ടൂ വീലറിൻ്റെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ വീല്, ഇതാണ് വീലെങ്കിൽ ആ വീലിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഒരു സ്പ്രിങ് ഇങ്ങനെ വെച്ചത് കാണാൻ പറ്റും. ഈ കാണുന്ന എന്താണ് സ്പ്രിങ് എന്തിനാണ് അവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി മനസ്സിലാക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ടൂ വീലർ ആണെങ്കിൽ ഈ ടൂ വീലറിൻ്റെ മണ്ടയിലിരിക്കുന്ന നമ്മളിലേക്ക് എന്ത് ചെയ്യാണ്, ആ ഫോഴ്സ്, റിയാക്ഷൻ ഫോഴ്സ് എങ്ങനെയാണ് എത്തുക എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ നിന്നൊരു റിയാക്ഷൻ ഫോഴ്സ് വന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ കാണിച്ചിരിക്കുന്ന സ്പ്രിങ് അത് കംപ്രസ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ അതിൻ്റെ അകത്തുള്ള എനർജിയാക്കി മാറ്റി എന്ത് ചെയ്തു, തിരിച്ചത് വീണ്ടും ഫോഴ്സാക്കി മാറ്റി എന്ത് ചെയ്തു, അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചു.
എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് ആ ഫോഴ്സ് എന്താണ് എത്താതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് നമ്മളിതിനെ വിളിക്കുന്നതിന് പേരുണ്ട് ഷോക്ക് അബ്സോർബർ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അതുകൊണ്ട് സ്പ്രിങ്ങുകൾ എല്ലായ്പ്പോഴും വർക്കിനെ പൊട്ടൻഷ്യൽ എനർജിയാക്കി മാറ്റിയിട്ട് എന്താണ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണൊരു സ്പ്രിങ്. ഈ സ്പ്രിങ്ങിനകത്ത് നമ്മൾ ഒരു നോർമൽ സ്പ്രിങ് ആണെങ്കിൽ സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡിൽ നമ്മൾ ഒരു മാസ് ഉള്ള ഒരു ബോഡിയെ നമ്മൾ എന്ത് ചെയ്തു, സസ്പെൻഡ് ചെയ്തിട്ടു. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന എന്താണ് ബോഡിയുടെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. ആൻഡ് ദ സ്പ്രിങ് ഈസ് ഗെറ്റിംഗ് ഇലോങ്ങേറ്റഡ് ബൈ എക്സ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയാം, സ്പ്രിങ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ്ഡ്, അല്ലെങ്കിൽ കംപ്രഷൻ കേട്ടോ, ഇലോങ്ങേഷൻ ഓർ കംപ്രഷൻ പ്രൊഡ്യൂസ്ഡ്. അതായത് ഈ കാണുന്ന ബോഡിയിലെ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കംപ്രഷൻ എന്ന് പറയുന്നതും ഫോഴ്സും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് -kx എന്ന് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് അവിടെ എന്ത് ഫോഴ്സായിട്ടാണ് ആക്ട് ചെയ്യുക, ബോഡിയിൽ റീസ്റ്റോറിങ് ഫോഴ്സായിട്ടാണ് ആക്ട് ചെയ്യുക. റീസ്റ്റോറിങ് ഫോഴ്സ് കേട്ടോ. അപ്പോൾ ഈ സ്പ്രിങ് എപ്പോഴും അവിടെ നമ്മൾ ചെയ്ത വർക്കിനെ എന്താക്കി മാറ്റും, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ആ എനർജി ഉപയോഗിച്ച് തിരിച്ച് ഫോഴ്സ് ഉണ്ടാക്കി അയാളുടെ പഴയ സ്റ്റേറ്റസിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്പ്രിങ് ഫോഴ്സാണ് നമ്മൾ F = -kx. ഇത് മൈനസ് ഇട്ട് വെച്ചതിൻ്റെ ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ റീസണാണ് ഈ വേർഡ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അതെപ്പോഴും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റസ് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫിഗർ നോക്കിയാൽ മതി നിങ്ങൾക്ക്. ഇപ്പം ഇവിടെ നമ്മൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഈക്വിലിബ്രിയം പോയിൻ്റ് എങ്കിൽ അതിന് നമ്മൾ എക്സ് ലെങ്ത്ത് എന്താണ് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് നീക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് വെച്ചാൽ എക്സ് ടെൻസ് ടു പോസിറ്റീവ് ആവുകയാണെങ്കിൽ എഫ് ടെൻസ് ടു എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. എന്താണ്, എക്സ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ എഫ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി എക്സ് സമത ഇവിടെ നോക്കിയാൽ മതി. എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ആവുകയാണെങ്കിൽ എഫ് എന്തായിരിക്കും, എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതൊന്ന് ശ്രദ്ധയിൽ വെച്ചാൽ മതി. ഓക്കെ, കാരണം ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അതായത് ഇത് നിങ്ങളുടെ ഫോഴ്സ് ആക്സിസ്, ഇത് നിങ്ങളുടെ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സിസ്. ഫോഴ്സ് എക്സ് ആക്സിസ് ആണ്, വൈ ആക്സിസ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എക്സ് ആക്സിസിൽ എക്സ് പോസിറ്റീവ് ആകുന്ന ഒരു മൊമെൻറ്റിൽ ഫോഴ്സ് എന്താവുകയാണ്, നെഗറ്റീവ് ആവുന്നുണ്ട്. ഇനി എക്സ് നെഗറ്റീവ് ആവുന്ന മൊമെൻറ്റിൽ എന്താവുന്നുണ്ട്, ഫോഴ്സ് പോസിറ്റീവ് ആവുന്നുണ്ട്. അതുകൊണ്ട് സ്പ്രിങ്ങുകൾ എപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഓൾവേസ് ട്രൈസ് ടു റീസ്റ്റോർ ദെയർ ഇനീഷ്യൽ സ്റ്റേറ്റസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ബോഡിയെ ഈ ഒരു കണ്ടീഷനിൽ ഞാൻ സം ലെങ്ത് ഈ ഭാഗത്തോട്ട് വലിച്ചു. ഓക്കെ, വലിച്ചു പിടിച്ചു, എന്നിട്ട് അതിനെ അങ്ങ് ഡ്രോപ്പ് ചെയ്തു വിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ആ ബോഡി നേരെ അതർ എൻഡിലേക്ക് പോകുന്നു. കണ്ട, അതായത് അതിൻ്റെ ഇനീഷ്യൽ ഇക്വിലിബ്രിയം പോയിൻ്റ് കടന്ന് അകത്തോട്ട് വന്നു. അത് പിന്നെയും പുറത്തേക്ക് തെറിച്ചിട്ട് അങ്ങനെ കളിച്ച് അവസാനം എന്ത് ചെയ്യും, അതേ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളിതിനെ ഇങ്ങോട്ട് വലിച്ചു പിടിച്ചപ്പം അത് ഇലോങ്ങേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് വരും, ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ആവും. ആ എനർജി ഉണ്ട്, അതിൻ്റെ തെളിവെന്താ, നിങ്ങൾ വിട്ടപ്പോൾ എന്ത് ചെയ്തു, അത് തിരിച്ചു പോന്നു. എന്ന് പറഞ്ഞാൽ ആ എനർജി ഉപയോഗിച്ചിട്ട് ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകും. അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, സ്പ്രിങ്ങുകൾ എപ്പോഴും എന്ത് ചെയ്യും, അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിൽ ഫോഴ്സ് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സ് എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ, ഈ ഒരു ഓസിലേഷനിൽ നിങ്ങൾക്കൊരു മനസ്സിലായി, ഇവിടെ ഒരു ഓസിലേഷൻ നടക്കുന്നുണ്ട്. ആ ഓസിലേഷൻ്റെ അടിസ്ഥാന കാരണം ആരാണ്, ആ ബോഡിയിൽ ആക്ട് ചെയ്ത് ഏത് ഫോഴ്സാണ്, റീസ്റ്റോറിങ് ഫോഴ്സാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, ഇതൊരു കൺസർവേറ്റീവ് ഫോഴ്സാണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്പ്രിംഗ് ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അവിടെ ഹീറ്റോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു എനർജി അവിടെ ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്പ്രിങ്ങിലോട്ട് ചെയ്ത വർക്ക് എന്ത് ചെയ്യും, അയാൾ റീസ്റ്റോർ ചെയ്തിട്ട് അയാളുടെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ തിരിച്ചു വരുന്നുണ്ട്. അപ്പം ഈ ഒരു കേസിൽ നിങ്ങളോട് ചോദിക്കും, വാട്ട് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ സ്പ്രിങ് ഇൻ ദിസ് സർക്കംസ്റ്റാൻസ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലേക്ക് എത്താനാണ് നമ്മൾ നോക്കുക, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ.
അല്ലേ, x=0 to x=0. അപ്പം ആ ഒരു ഫോഴ്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന പോലെ കേസ്. അപ്പം നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്കാണെങ്കിൽ പൊതുവേ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ഈ പറഞ്ഞ പോലെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, എനി ഹൗ നമ്മൾ ഈ കൺസർവേറ്റീവ് ഫോഴ്സിനെ എഗെയിൻസ്റ്റ് ചെയ്യുന്ന വർക്കാണ് നമ്മൾ ഈ രീതിയിൽ കണ്ടുപിടിക്കുന്നത്. സോ നിങ്ങൾ നോക്കുക, ഓൺ ഇൻ്റഗ്രൽ x⁻n എന്ന് പറയുന്നത് എന്താണ്, x⁻n dx എന്താണെന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആദ്യമെങ്കിലും പഠിച്ചു വെക്കണം. അതിൻ്റെ ആൻസർ ആണ് എന്ത്, x⁻n+1/n+1. ഇതൊരു കാൽക്കുലസിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള റിസൾട്ടാണ്. ഒന്നും അറിയില്ലെങ്കിൽ പോലും ഈ റിസൾട്ട് എങ്കിലും കാണാപ്പാഠം പഠിക്കുക. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഇൻ്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ x⁻1 dx എന്നാണ് മനസ്സിലാക്കുക. അങ്ങനെയാണ് അതിൻ്റെ ആൻസർ ഉണ്ടാവുക, x⁻1+1/1+1 ദാറ്റ് ഈസ് ഈക്വൽ ടു x²/2 എന്നുണ്ടാവും. ഇനി അതുപോലെ ഇൻ്റഗ്രൽ x² dx എന്നാണെങ്കിൽ എന്താ വരിക, x⁻2+1/2+1 ദാറ്റ് ഈസ് ഈക്വൽ ടു x³ 3. കണ്ടോ, ഈ ഒരു റിസൾട്ട് കാണാപ്പാഠം പഠിച്ചു വയ്ക്കുക. കാരണം ഇവിടെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇക്വേഷനകത്ത് ഇങ്ങനെ കെനെ കോൺസ്റ്റൻ്റ് ആണ്, അത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, കെ എന്ന് പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രൽ x dx എന്നായിട്ട് മാറും. അതിൻ്റെ ലിമിറ്റ് 0 മുതൽ x0 വരെയാണ്. അത് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ x⁻1 dx ആണ്. ഓൺ ഇൻ്റഗ്രേറ്റിംഗ് ദാറ്റ് വൺ യൂസിങ് ദിസ് ഫോർമുല യു വിൽ ഗെറ്റ് ½ kx² എന്ന് നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഒരു സ്പ്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ കെ എന്താണ് എന്ന് ഒരു സംശയം ഉണ്ടാവരുത്. കെ ഇസ് ഈക്വൽ ടു ഒരു സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്, സ്പ്രിംഗ് കോൺസ്റ്റൻ്റ്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്നും പറയാം. നമുക്ക് ഫോഴ്സ് കോൺസ്റ്റൻ്റ് കേട്ടോ, സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ നമുക്കെന്ത് വിളിക്കാം, ഫോഴ്സ് കോൺസ്റ്റൻ്റ്. ഇതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന കെ എന്ന് പറയുന്ന വാല്യൂ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. കാരണം ഇവിടെ ഒരു വർക്ക് എന്തായിട്ട് മാറി, എനർജി ആയിട്ട് മാറി. ഫോഴ്സ് റീസ്റ്റോറിങ് ഫോഴ്സാണ്. അപ്പോൾ ഈ ഒരു സ്പ്രിങ്ങിനകത്ത് നമ്മൾ ചെയ്ത വർക്ക് ആ ബോഡി എന്ത് ചെയ്തു, അതിനകത്ത് എനർജി ആയിട്ട് സൂക്ഷിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ ആ ഫോഴ്സ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അതേ എനർജി ഉപയോഗിച്ച് അയാൾ തിരിച്ചൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് അയാളുടെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അപ്പം ഇതൊരു കൺസർവേറ്റീവ് സിറ്റുവേഷൻ ആണെന്ന് പറയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം മനസ്സിലാക്കുക, കാരണം ഈ ഒരു സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഒന്ന് ഇത് തന്നെയാണ്, എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയും. അതുപോലെ തന്നെ വാട്ട് ഈസ് മീൻ ബൈ സ്പ്രിംഗ് ഫോഴ്സ് ചോദിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു F=-kx ആണ്. വൈ നെഗറ്റീവ് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി, ഇറ്റ് ഈസ് ഓൾവേസ് ട്രൈങ് ടു റീസ്റ്റോർ ഇറ്റ്സ് ഇനീഷ്യൽ കോൺഫിഗറേഷൻ ഓർ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ദി എന്താണ് സ്പ്രിങ്. അപ്പം സ്പ്രിങ്ങിൻ്റെ സം കണ്ടീഷൻസ് ആണുള്ളത്. ഇതാ സ്പെഷ്യൽ പോയിന്റ്, ഇഫ് എ ബ്ലോക്ക് ഈസ് അറ്റാച്ച്ഡ് ടു ദ ലോവർ എൻഡ് ഓഫ് എ സ്പ്രിങ് ഹാങ്ങിങ് ഫിക്സ്ഡ് സപ്പോർട്ട്. നിങ്ങൾ നോക്ക്, ഇവിടെ വെയിറ്റ് എന്ന് പറയുന്ന mg എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് kx എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ മേലോട്ട് പിടിച്ചു നിർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ mg ഇസ് ഈക്വൽ ടു എന്താണ്, kx ആണ്. കാരണം ഈക്വിലിബ്രിയം കണ്ടീഷനാണ്. അപ്പോൾ mg ഇസ് ഈക്വൽ ടു kx ആണെങ്കിൽ k ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, mg/x എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മളിവിടുത്തെ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 1 2 ഇനി ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഒരു m മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്പ്രിങ്ങിൻ്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ m മാസുള്ള ബോഡിയുടെ കയ്യിൽ ഈ ഹൈറ്റിൽ എന്ത് എനർജി ഉണ്ട്, mgh ഉണ്ട് അല്ലേ. അത് ഇതിൻ്റെ മേലെ വന്ന് വീണപ്പം ഇവിടെ വന്ന് വീണപ്പം എന്ത് ചെയ്തു, ഈ സ്പ്രിങ് കംപ്രസ്ഡായി. സ്പ്രിങ് എത്ര കംപ്രസ്ഡായി എന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ ബോഡിയുടെ കയ്യിലുള്ള എനർജി എത്രയാണ്, mgh ആണ് അല്ലേ. അത് ഇവിടെ എന്തായിട്ട്, ഇപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. അപ്പോൾ ഇത് താഴേക്ക് എന്ന് പറയുമ്പോൾ -mgx പ്ലസ് എന്തുണ്ടാകും, സ്പ്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി ½ കണ്ടോ നിങ്ങൾ. കാരണം റെഫറൻസ് മേലെ ഹൈറ്റ് പ്ലസ് ആണെങ്കിൽ താഴെ എന്താണത്, മൈനസ് ആണ് കൊടുക്കുക. അപ്പം ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇവിടെ എത്തുമ്പോൾ ഈ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി 0 ആകുന്നത് ഈ പോയിന്റിലാണ് കേട്ടോ. അപ്പോൾ അത് കംപ്രസ്ഡ് ആയെന്ന് പറയുമ്പോൾ ആ റെഫറൻസിന് താഴേക്ക് പോയി. അപ്പം പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ടുണ്ട്, -mgx എന്നാക്കി എടുത്തു. പിന്നെ എത്രയാണോ ഈ ബോഡിയിൽ ആ ചേഞ്ച്, അത് അവിടെ എന്തായിട്ട് മാറിയിട്ടുണ്ട്,
ഈ സ്പ്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്പ്രിങ് വീണ്ടും അതിൻ്റെ പഴയ കംപ്രസ്ഡ് ആയിട്ട് സ്പ്രിങ് എന്ത് ചെയ്യും, ആ എനർജി പോയി തിരിച്ച് ഫോഴ്സ് ഉണ്ടാക്കി തിരിച്ച് പഴയ സ്റ്റേറ്റ്സ് തിരിച്ച് വരുന്നതാണ്. അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, mgh+x ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും, ഹാഫ് kx² ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് ലോജിക്കലായാലും മതി ഈ കാര്യങ്ങൾ പറയാൻ. കാരണം ഇവിടെ വരെ എത്തുമ്പം അയാളുടെ വർക്ക് ചെയ്ത വർക്ക് mgയും അവിടുന്ന് അയാൾ കംപ്രസ്ഡ് ആയി. അപ്പോൾ ടോട്ടൽ അയാൾ കംപ്രസ്ഡ് ആയിരിക്കുന്ന എത്രയാണ്, h+x ആണ് കംപ്രസ്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ mgh+x ആണ് ആ ഒരു സ്റ്റേറ്റസ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഹാഫ് kx² ആയിരിക്കും. അപ്പോൾ സ്പ്രിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു കാര്യം മറക്കരുത്, ഹാഫ് kx² എന്ന് പറയുന്ന രൂപത്തിൽ എനർജി അതിനുള്ളിൽ സ്റ്റോർ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദി spring force equilibrium conditions from this session.